ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ ഡീസ് മലബാറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ്. കേക്കിലും പുഡിങ്ങിലും ഒക്കെ നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്രീം ചീസ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നോക്കാം. റെസിപ്പിയിലേക്ക് പോവാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ പാലാണ് എടുത്തേക്കുന്നത്. ഇതൊന്നും വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ക്രീം ചീസ്. പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നന്നായി ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ പാല് നന്നായിട്ട് പിരിഞ്ഞു വരും. ഒരു വലിയ ചെറുനാരങ്ങ നീരെന്ന് പറയുമ്പം ഒരു 2 ടേബിൾ സ്പൂണോളാണ് ഞാൻ ഈ ചെറുനാരങ്ങ നീര് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടൊരു ലൈറ്റ് ഗ്രീൻ കളർ പോലെയുള്ള വെള്ളമായിട്ട് മാറി വരും. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ വെള്ളം, ഈ പാല് പിരിഞ്ഞിട്ടുമുണ്ട്. ഈ വെള്ളം നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ ഒരു വെള്ളമാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. പനീറൊക്കെ അരിക്കുന്ന പോലെ തുണി വെച്ച് അരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു അരിപ്പ വെച്ചാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തേക്കുന്നതാണ്. ചെറുതായിട്ട് ഇരിപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പനീർ മാതിരി ഭയങ്കര ഡ്രൈ ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അരിപ്പയിൽ ഇത് അരിച്ചെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ബാക്കി വന്ന വെള്ളമാണ്, അതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുഡിങ്ങിക്ക് വേണ്ടി ചേർക്കുന്നതായത് കാരണം ഇതിൽ ഞാനിപ്പം വേറെ ഒന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് ഫ്രോസ്റ്റിങ്ങിക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കേക്കിക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഞ്ചസാര മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രോസ്റ്റിങ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ കേക്കിക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രോസ്റ്റിങ്ങിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാതെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം. ബട്ടർ ഓപ്ഷനിലാണ്. അങ്ങനെ ഫ്രോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന ക്രീം ചീസിൽ നമ്മൾ ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ റിച്ച് ആയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രോസ്റ്റിംഗ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്രീം ചീസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഇത് കട്ടി കൂടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ഫ്രോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് പ്രിപ്പയറായി കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.